രാത്രി നമസ്കാരത്തിന് എന്താ നെയ്യത്ത് വെക്കേണ്ടത്? നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നെയ്യത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇമാമിന്റെ കൂടെ തറാവി നമസ്കരിക്കുന്നു. എത്ര റക്അത്താണ് ആ പള്ളിയിലെ നമസ്കാരം നമുക്കറിയാം. 11 ആണെങ്കിൽ അങ്ങനെ, അതിൽ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ. നമ്മുടെ മനസ്സിൽ എത്രയാണോ തറാവീഹ്, ആ തറാവീഹ് ഇത്ര റക്അത്ത് വിത്തറിന്റെ കൂടെ ഞാൻ നമസ്കരിക്കും. അത് മനസ്സിലുണ്ടായാൽ മതി. ഇനി ഒരാൾ ഇമാമിന്റെ കൂടെ നമസ്കരിച്ചതിന് ശേഷം ഞാൻ പിന്നീട് വീണ്ടും എഴുന്നേറ്റ് നമസ്കരിച്ചിട്ട് ഇരട്ടയാക്കുന്നു മനസ്സിൽ നേരത്തെ കരുതുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് മനസ്സിൽ അങ്ങനെ കരുതിയാൽ മതി, ഒരു വിരോധമില്ല. എന്നിട്ട് ഇനി ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ നമുക്കറിയാം അതിന് ഖിയാമുൽ ലൈലാണെങ്കിലും അതിന് തഹജ്ജുദ് എന്ന് പേര് പറയും. ഞാൻ തഹജ്ജുദ് നമസ്കരിക്കാന്നുണ്ടായാൽ മതി. ഇനി നിങ്ങൾ എത്ര കൊണ്ടാണ് വിത്രാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു റക്അത്ത് കൊണ്ടാണോ, 3 കൊണ്ടാണോ, 5 കൊണ്ടാണോ, 7 കൊണ്ടാണോ, 9 കൊണ്ടാണോ? മനസ്സിലതുണ്ടായാൽ മതി. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചെയ്തു തുടങ്ങിയതിന് ശേഷമല്ലല്ലോ, അതിന് മുമ്പേ തന്നെ ധാരണ ഉണ്ടാവില്ലേ? ഈ ധാരണ ഉറപ്പിക്കലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് കരുതുന്നതിനുമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രാത്രി നമസ്കാരം മൊത്തത്തിൽ ഒറ്റ നിയ്യത്താണ്. എത്ര റക്അത്താണോ അത് ഇത്ര റക്അത്ത് വിത്തറിന്റെ കൂടെ ഒറ്റ നിയ്യത്ത് മതി. ഓരോ 2 റക്അത്തിലും നിയ്യത്ത് മനസ്സിൽ കരുതേണ്ടതില്ല. നമ്മുടെ മനസ്സിലറിയാം ഈ ഒരു നിസ്കാരം ഞാൻ എത്ര റക്അത്താണ് നിർവഹിക്കാൻ പോകുന്നത്. അത് ഓൾറെഡി ഉണ്ടായാൽ മതി. ഓരോ 2 റക്അത്തിലും വേണ്ട. ഇനി വിത്തറിന് വേറെ തന്നെ വേണം എന്നും ഇല്ല.